എക്സാം ഫുൾ ഓൺലൈനായിരുന്നു. അപ്പോൾ ഫുൾ മടിയൊക്കെ ആയിരുന്നു. സാറ് സ്ഥിരം വിളിച്ച്, എനിക്ക് മാർക്ക് കുറവായിരുന്നു. സാർ എന്നെ സ്ഥിരം വിളിച്ചിട്ട് മാർക്ക് കുറവായിരുന്നു എന്ന് പറയുമ്പോൾ ആ കരസ്ഥമാക്കിയിട്ട് മാർക്കോട് എന്ന് പറയും. മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് വരുമ്പോൾ 10,000 പിള്ളേരാണ് എനിക്ക് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു 8,000-ന് മേളിലേ ഉള്ളായിരുന്നു. 8,000-ലൊക്കെ മോശം, അതിലും താഴ്ന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിടയപ്പോൾ ഞാൻ നിർത്തുക പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. മിക്ക കോച്ചിങ് സെൻറ്ററും ക്ലാസ് ഒക്കെ നിർത്തിപ്പോയി. പക്ഷെ ബ്രില്യൻറ്റിലായിരുന്നെങ്കിൽ അവർ കറക്റ്റ് പിന്നെ ഇത് എക്സാം ഒക്കെ സ്കെഡ്യൂൾ കറക്റ്റ് സമയം നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് എത്രത്തോളം ഇത് എഴുതാൻ പറ്റും, എനിക്ക് റേഞ്ച് ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ പിന്നെയും ഭയങ്കര മടിയായിപ്പോയി ആ സമയത്ത്. ഒറ്റയ്ക്കായിരുന്നുണ്ട്. മറ്റേ ഇപ്പോൾ കൂടെ ബ്രില്യൻറ്റിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളവന്മാരെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ പഠിക്കുന്നതായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. പക്ഷെ ഇപ്പോൾ വേറൊരു സെൻറ്ററിൽ പോയി അങ്ങനെയല്ല. ഞാൻ വേറെ പോയിട്ടുണ്ടായിട്ട് അവിടെ അവിടെയൊക്കെ ആണെങ്കിൽ എല്ലാവരും കുഴപ്പമൊന്നും, ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും പഠിക്കുന്ന ആഗ്രഹം. ഇപ്പം പഠിക്കുന്നതാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഒരു വർഷം നമ്മൾ സാക്രിഫൈസ് ചെയ്ത് പഠിക്കുക മാത്രം ചെയ്യും, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. മാക്സിമം അത്രയും ചെയ്ത് ക്യാമ്പസിൽ കയറാം. ക്യാമ്പസിൽ നമുക്ക് നല്ലൊരു ക്യാമ്പസ് കിട്ടിയാൽ എപ്പോഴും അതൊരു ഫണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു വർഷം ഇട്ട എഫേർട്ട് മൊത്തം ഇനി ഒരു ഫ്യൂച്ചറിലായിട്ട് മൊത്തം നമുക്കത് നല്ല കാര്യമായിരിക്കും. നമ്മൾ ഈ ഒരു വർഷം റിപ്പീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ സുഖമുള്ളൊരു കാര്യമായിരിക്കത്തില്ല. ചിലർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആ സ്ട്രഗിളൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലെടുക്കുന്ന സ്ട്രഗിൾ ഓൺ ദി അതർ ഭയങ്കര നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം. ആ ഒരു പീരീഡ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ ക്യാമ്പസ് കിട്ടും, നല്ല കുറേ ഫ്രണ്ട്സ് കിട്ടും, കുറേ നല്ല മെമ്മറീസ് കിട്ടും. ആക്ച്വലി ആ ഒരു കൊല്ലം വേറെ ഒന്നും ചെയ്യണ്ട, ആ ഒരു കൊല്ലം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കും. ഹായ് ഓൾ, 2025 നല്ലൊരു മെഡിക്കൽ സീറ്റ് കരസ്ഥമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന 4 വിദ്യാർത്ഥികളെ കാണാം. അപ്പോൾ നമുക്ക് ഇവര് നാടും ഇവരുടെ പേരും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് ജെറിൻ, എൻ്റെ സ്ഥലം കുട്ടനാടാണ്. എൻ്റെ പേര് നെവിൻ, എൻ്റെ എറണാകുളമാണ്, ചോറ്റാനിക്കരയാണ് വീട്. എൻ്റെ പേര് കൃഷ്ണതീർത്ത് എന്നാണ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പേര് പവിൻ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ബ്രില്യൻറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ഇവര്. ആത്മാർത്ഥമായി പഠിച്ച് ഉറച്ച ലക്ഷ്യബോധവുമായി മുന്നോട്ട് നീങ്ങിയത് കൊണ്ട് തന്നെ ആഗ്രഹിച്ചതുപോലെ തന്നെ MBBS എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ച മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇവർ. അപ്പോൾ ഇവരിപ്പോൾ കടന്നു പോകുന്നൊരു ടൈം പീരീഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2019 ബാച്ചായിരുന്നു നിങ്ങൾ അല്ലേ? ബ്രില്യൻറ്റിൽ 2019 നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാം 2019 എന്നൊക്കെ പറയുന്നത് കോവിഡ് പാൻഡമിക്കിൻ്റെ ഒരു പീക്ക് ടൈമാണ്. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ വിജയം നേടിയെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നമ്മളോട് ഷെയർ ചെയ്യും. സ്വാഭാവികമായിട്ടും വലിയൊരു നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളാണ്. ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു മേഖലയാണ് MBBS എന്ന് പറയുന്നത്. ഈ വർഷം തന്നെ 25 ലക്ഷം വിദ്യാർത്ഥികൾ എക്സാം എഴുതി. ഓരോ വർഷവും അത് എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലേ? ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലെ ആ ഒരു കാലഘട്ടം? അതുപോലെ കോവിഡിൻ്റെ ഒരു സമയമായിരുന്നു. ഇതുവരെ ബ്രില്യൻറ്റിനും അത് പരിചിതമല്ലാത്തൊരു സമയമാണ്. കാരണം അത്രയും വിദ്യാർത്ഥികളെ ഒരുപോലെ ലക്ഷ്യത്തിൽ എത്തിക്കണമെന്ന ആത്മവിശ്വാസത്തോടെ ബ്രില്യൻ്റ് ഒപ്പം ഉണ്ടെങ്കിൽ പോലും ബ്രില്യൻറ്റിനും കോവിഡിന് ശേഷം എന്ന് പറയുന്ന ഒരു പുതിയ അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സമയത്തെ ബ്രില്യൻറ്റിനെ കുറിച്ചൊന്ന് പറയാം. ബ്രില്യൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കൊച്ചിലെ ഫൗണ്ടേഷൻ തൊട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൗണ്ടേഷൻ തൊട്ടേ ബ്രില്യൻറ്റിന്റെ ഭാഗമാണ്. ഓക്കെ, 7, 8, 9 പിന്നെ ഒരു ഗ്യാപ്പ് എടുത്ത് പിന്നെ +1, +2 പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വന്നു. ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടുത്തെ ഫാക്കൽറ്റി ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട എനിക്ക് 2 ക്ലാസ് ടീച്ചർമാരുണ്ട്, റിജു സാറ് പിന്നെ ബിജു ജെയിംസ് സാർ. പിന്നെ ഇവിടുത്തെ മെയിൻ ആണ്. അതെ, എല്ലാവർക്കും അറിയാം ബിജു ജെയിംസ് സാറിന്റെ ഒരു പവർ. അത് എല്ലാവരും എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ്. സാറാണ് എനിക്ക് കിട്ടാനുള്ള മെയിൻ ഫാക്ടർ എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ കോവിഡ് ആയിരുന്നുകൊണ്ട് ക്ലാസ് ഒക്കെ നേരത്തെ കഴിഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എക്സാം ഫുൾ ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഫുൾ മടിയൊക്കെ ആയിരുന്നു. സാറ് സ്ഥിരം വിളിച്ച്, എനിക്ക് മാർക്ക് കുറവായിരുന്നു പൊതുവെ. അപ്പോൾ സാർ എന്നെ സ്ഥിരം വിളിച്ചിട്ട് മാർക്ക് കുറവായിരുന്നു എന്ന് പറയുമ്പോൾ ആ കരസ്ഥമാക്കിയിരുന്ന മാർക്കോട് ഒന്ന് പറയാം. മാർക്ക് എന്ന് പറഞ്ഞാല് ഈ റാങ്ക് വരുമ്പോൾ 10,000 പിള്ളേർ അന്നൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്കൊരു 8,000-ന് മേളിലേ ഉള്ളായിരുന്നു. 8,000-ലൊക്കെ മോശം, അതിലും താഴ്ന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിടയപ്പോൾ ഞാൻ നിർത്തുക പറഞ്ഞ് അങ്ങനെ ഇരിക്കുവായിരുന്നു. മാനസികമായിട്ട് നന്നായിട്ട് മടുത്തു. കാരണം ഓൺലൈൻ എത്ര ഇരുന്ന് എഴുതാനും ഫോണിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ റേഞ്ച് ഒന്നുമില്ല. എൻ്റെ വീട് കുട്ടനാടാണ്. അപ്പോഴത്തേക്ക് നല്ല ശോകമായിരുന്നു. ആ സമയത്തൊക്കെ മഴയോ ഉണ്ടായിരുന്നു. ആ സമയം പിന്നെ പോയി എക്സാം എഴുതുക ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ സാറിങ്ങനെ വിളിച്ച് വീട്ടുകാരോടും ഇപ്പം അമ്മേനെ അച്ഛനെ ഒക്കെ ആണെങ്കിലും വിളിച്ചിട്ട് അവൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ ഓഫ് ആയിട്ടുള്ള സമയങ്ങളുണ്ട്.
അത് കഴിഞ്ഞിട്ടാണെങ്കിലും സാർ വിളിച്ചിട്ട് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പരീക്ഷ എഴുതിയത്. നമ്മൾ വേണ്ടെന്ന് വെച്ചപ്പോഴും സാറിന്റെ ഒരു ആഗ്രഹം പോലെ നമ്മളെ പുഷ് ചെയ്യാണ്. സാർ അടിപൊളി മനുഷ്യനാണ്. റിജു സാറ് പിന്നെ ക്ലാസ് ടീച്ചർ നമ്മുടെ ഫൗണ്ടേഷനിൽ സാറാണെങ്കിലും അടിപൊളി മനുഷ്യനായിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഓരോ ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് ഡേ വന്നാൽ പുള്ളി മറക്കാതെ മെസ്സേജ് അയക്കാറുണ്ട്. സാറാണെങ്കിലും നല്ലത്. സ്വാഭാവികമായിട്ടും ബെർലിനിലേക്ക് എത്തി ഈ ഒരു വലിയ നേട്ടം കൈവരിച്ച് അപ്പം നിങ്ങൾ കടന്നുപോയൊരു പീരീഡ് എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഒരു സമയമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ മോഡൽ എക്സാമുകളുടെ ടൈമിലാണ് അല്ലേ ഈ കോവിഡൊക്കെ വരുന്നത്. മോഡൽ എക്സാം വലിയൊരു ഫാക്റ്റാണ് നിങ്ങളുടെ ഈ ഒരു വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാംസ്. അതാണ് നിങ്ങൾ ഈ ഒരു വിജയത്തിലേക്കൊക്കെ മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷങ്ങളിലുമൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ആ ഒരു സമയത്തെ ബ്രില്യൻ്റ് ആയിട്ട് എങ്ങനെയാണ് ക്രമീകരിച്ചത്? ബ്രില്യൻ്റ് ശരിക്കും മിക്ക കോച്ചിങ് സെൻറ്ററും ക്ലാസ് ഒക്കെ നിർത്തിപ്പോയി. പക്ഷേ ബ്രില്യൻ്റിലായിരുന്നെങ്കിൽ അവർ കറക്റ്റ് പിന്നെയും പിന്നെ ഇത് എക്സാം ഒക്കെ സ്കെഡ്യൂൾ കറക്റ്റ് സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എത്രത്തോളം ഇത് എഴുതാൻ പറ്റുന്ന എനിക്ക് റേഞ്ച് ഇല്ലാത്തതിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് പിന്നെ ഞാൻ പിന്നെയും ഭയങ്കര മടിയായി പോയി. ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നുണ്ട്. മറ്റേ ഇപ്പോൾ കൂടെ ബ്രില്യൻ്റിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളവന്മാരെല്ലാം പഠിക്കുന്ന പിള്ളേർ. ഇപ്പോൾ ഇവന്മാരൊക്കെ പഠിക്കുന്നതായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. പക്ഷേ ഇപ്പോൾ വേറൊരു സെൻറ്ററിൽ പോയി അങ്ങനെയല്ല. ഞാൻ വേറെ പോയിട്ടുണ്ടായിട്ടാണ് പറയുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുവിധ കുഴപ്പമൊന്നും, ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും പഠിക്കുന്ന ആഗ്രഹമുണ്ട്. ഇവൻ പഠിക്കുന്ന കണ്ടാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഈ പഠിക്കാൻ കുറച്ച് ആഗ്രഹമുള്ളതിൽ ഞാൻ പഠിക്കും. അങ്ങനെയാണ് ബ്രില്യൻ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ബ്രില്യൻ്റ് കറക്റ്റ് ആ കൊറോണ സമയത്താണെങ്കിലും കറക്റ്റ് വീഡിയോ ഇല്ലായിരുന്നു അന്ന് എക്സാം കറക്റ്റ് സമയത്ത് നടത്തി. ഇപ്പോൾ സാറുമാരാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, സാറുമാർ വീട്ടിൽ വിളിച്ച് പറയുമായിരുന്നു റാങ്കിൻ്റെ കാര്യം. എന്നെ ഇൻഡിവിജ്വൽ വിളിച്ചെങ്കിൽ ബാക്കിയായിട്ടുള്ള എൻ്റെ ക്ലാസ്സിൽ 62 പേരെ വിളിച്ചതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബിലീവേഴ്സ് ചർച്ച് തിരുവല്ലയിലാണ് നിങ്ങൾ 4 പേരും പഠിക്കുന്നത്. നിങ്ങൾ 4 പേരും ബ്രില്യൻ്റിൽ വെച്ച് തന്നെ പരിചയമുള്ള വിദ്യാർത്ഥികളായിരുന്നോ? അല്ല, ഞങ്ങൾ അവിടെ ചെന്നിട്ട് പക്ഷേ ബ്രില്യന്റിയൻസ് ആണ് അവിടെ. എന്റെ ക്ലാസ്സിൽ പഠിച്ച ഒരാളും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു MBBS ലക്ഷ്യമൊക്കെ നേടിയെടുത്ത് ഏറ്റവും അഭിമാനത്തോടുകൂടി പേരൻസിനൊക്കെ വളരെ അഭിമാനമാണ് അല്ല, മകൻ ഡോക്ടറാണ് അല്ലെങ്കിൽ ഡോക്ടറാകാൻ പഠിക്കുന്നു എന്നൊക്കെ പറയുന്നത്, ഒരു MBBS സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറയുന്നത് അവർക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ 2024 നിരവധി വിദ്യാർത്ഥികൾ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലേക്കൊക്കെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നിങ്ങളുടെ ഒരു ക്യാമ്പസ് ലൈഫിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രില്യൻ്റിൽ നിന്ന് ചെല്ലുമ്പോൾ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ബ്രില്യൻ്റിൽ ആകെ നമ്മുടെ ആകെ ലക്ഷ്യം പഠിക്കുക എന്ന് മാത്രമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു സ്ഥലത്ത് കയറുക എന്നാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ നമ്മൾ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ ക്യാമ്പസ് ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഇപ്പോൾ ആണെങ്കിലും കോളേജിൽ കുറേ പ്രോഗ്രാംസ് ഉണ്ട്, നമ്മൾ ഓരോ പരിപാടികൾക്ക് എൻഗേജ് ചെയ്ത് അങ്ങനെ ഫണ്ണായിട്ട് പോകും. പക്ഷേ അതുകൂടെ MBBS ആയതുകൊണ്ട് കുറേ പഠിക്കാനും ഉണ്ട്. നമ്മൾ രണ്ടും മാനേജ് ചെയ്താൽ നമുക്ക് ഭയങ്കര എൻജോയബിളായിട്ട് ലൈഫ് 4 വർഷം കൊണ്ടുപോകാം. പിന്നെ 1 വർഷം ഹൗസ് സർജൻസിയും കൂടെ ഉണ്ട്. എന്നാലും നമുക്ക് മൊത്തത്തിൽ എൻജോയ് ചെയ്യാം. ബ്രില്യൻ്റ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക. പഠിച്ച് 1 വർഷം നമ്മൾ സാക്രിഫൈസ് ചെയ്ത് പഠിക്കുക മാത്രം ചെയ്യുക, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. മാക്സിമം അത്രയും ചെയ്ത് ക്യാമ്പസിൽ കയറുക. ക്യാമ്പസിൽ നമുക്ക് നല്ലൊരു ക്യാമ്പസ് കിട്ടിയാൽ എപ്പോഴും അതൊരു ഫണ്ണായിരിക്കും. നമ്മൾ ഈ 1 വർഷം ഇട്ട എഫേർട്ട് മൊത്തം ഇനി ഒരു ഫ്യൂച്ചറിലായിട്ട് മൊത്തം നമുക്കത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലെ യൂണിയനിലെ വൈസ് ചെയർമാനാണ് ഇദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് ലൈഫ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നീറ്റ് ലക്ഷ്യം വെച്ച് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ആ ഒരു MBBS കാലയളവിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല, എന്തൊക്കെ ഒരു ക്യാമ്പസിൽ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ഒരു കാലഘട്ടം, അവരുടെ ഒരു പിന്നീടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ്, ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ വാർഡിലൊക്കെ പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വളരെ ഷോർട്ടാക്കി ഒന്ന് പറയാം. MBBS എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സ്റ്റഡീസും നമ്മുടെ കോകരിക്കുലർ ആക്ടിവിറ്റീസും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു പീരീഡാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളുണ്ട്, അത് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. അതെ, സത്യം. പക്ഷേ നമുക്ക് അതുപോലെ തന്നെ പഠിത്തവും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഭാവിയിൽ ഒരു മനുഷ്യജീവന്റെ ഒരു ഉത്തരവാദിത്വം ഏൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഒരു ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫൈനൽ ഇയേഴ്സ് ആണ്. അപ്പം ഇപ്പോൾ നമ്മൾ രാവിലെ വാടി പോകും, റൗണ്ട്സിന് പോകും. അപ്പം ഒത്തിരി പേഷ്യൻസിനെ കാണും. അപ്പോൾ ചിലരൊക്കെ നമ്മൾ ഓർക്കും, തിരിച്ചു വരുമ്പോൾ നമ്മളെ കാണും. അപ്പോൾ അത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം. നമ്മൾ ഈ 1 വർഷം റിപ്പീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ സുഖമുള്ളൊരു കാര്യമായിരിക്കത്തില്ല. ചില ആൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. ആ സ്ട്രഗിളൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലെടുക്കുന്ന സ്ട്രഗിൾ ഓൺ ദി അതർ എൻഡ് ഭയങ്കര നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യം. പിന്നെ കോളേജ് ആകട്ടെ, നമുക്ക് പരിപാടികൾ ഒത്തിരി ഉണ്ട്, നമുക്ക് ക്ലബ്സ് ഉണ്ട്, ആർട്സ് ഫെസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിനോടൊപ്പം നമ്മൾ പഠിക്കുന്നുമുണ്ട്, നമ്മൾ പഠിത്തമായിട്ട് മുമ്പോട്ട് പോകുന്നു, വർഷങ്ങൾ ക്ലിയർ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇനി എല്ലാം ഹൗസ് സർജൻസ് ആകാൻ പോവുക. അപ്പം നമുക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കും നമ്മുടെ കോളേജ് ലൈഫ്. അതായത് നമുക്ക് പഠിക്കാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, നമ്മളൊരു ബെറ്റർ ഹ്യൂമൺ ആയിട്ട് മാറുകയാണ് കോളേജിൽ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും, ഒത്തിരി പേഷ്യൻസിനെ കാണാൻ പറ്റും. നമ്മൾ എന്തിനു നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നു, നമ്മൾ ഈ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളൊരു വെർത്തായിട്ടുള്ള
നമുക്ക് അവസാനം ഒരു നമ്മുടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്തു, അതിനുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇമോഷനാണ്. ഇപ്പോൾ 2019 ബ്രില്യൻറ്റിലേക്ക് എത്തിയ ഒരു ടൈം പീരീഡ് ഉണ്ട്. അന്ന് അനുഭവിച്ച അല്ലെങ്കിൽ അന്ന് കടന്നു പോയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു? ആക്ച്വലി അന്ന് എല്ലാവരെ പോലെ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരും വരുമ്പോൾ എന്തായാലും ടെൻഷൻ കാണും. വീട്ടുകാരുടെ ആയാലും ബാക്കി കൂട്ടുകാരുടെ ആയാലും ഒരു സ്ട്രെസ് കാണും എന്തായാലും. പക്ഷേ ആ ഒരു പീരീഡ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അതിജീവിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു നല്ല നല്ലൊരു കിടിലൻ ക്യാമ്പസ് കിട്ടും, നല്ല കുറേ ഫ്രണ്ട്സ് കിട്ടും, കുറേ നല്ല മെമ്മറീസ് കിട്ടും. ആക്ച്വലി ആ ഒരു കൊല്ലം വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു കൊല്ലം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക. ആ 1 ഇയർ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ടഫായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങളൊന്ന് അതിജീവിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു 5 കൊല്ലം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. ശരി, അത് നിങ്ങളെ പല രീതിയിൽ നിങ്ങൾ മെച്യൂറാവും. ജസ്റ്റ് നമ്മൾ ഇപ്പം ജൂനിയേഴ്സിനോട് സംസാരിക്കും, സീനിയേഴ്സ്, അപ്പം നമുക്ക് പല ആൾക്കാരോട് സംസാരിക്കും. അപ്പം ഓരോ ആൾക്കാരുടെ എങ്ങനെ സംസാരിക്കേണ്ടത്, ആ ഒരു സൊസൈറ്റി നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത്, നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റും. നമുക്കതിനെ ഓരോ ആൾക്കാരോട് നമ്മൾ എങ്ങനെ ടോക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് പഠിക്കും. അപ്പം അതൊക്കെ ഒരു നല്ല പീരീഡായിരിക്കും. അപ്പോൾ 2025 എൻട്രൻസ് എക്സാമിൽ വിജയം ആഗ്രഹിച്ച് ബ്രില്യൻറ്റിലേക്ക് എത്തിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അനുഭവസ്ഥരാണ് എങ്ങനെ ഈ ഒരു പീരീഡിനെ അതിജീവിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച്. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ ലക്ഷ്യത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ വർഷം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് എന്ത് പറയാം? തീർച്ചയായും ഈ ഒരു വർഷം ഒരു ഇമോഷൻസിൻ്റെ റോളർ കോസ്റ്റർ ആയിരിക്കും. കാരണം ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടും, അപ്പോൾ നമുക്ക് സന്തോഷം വരും. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ഒരു ഡൗൺഫോളിൽ നമ്മൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ, ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് വരാൻ ഒത്തിരി പാടായിരിക്കും. ഇതെന്തായാലും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു കോഴ്സാണ് ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു മോട്ടിവേഷൻ കീപ്പ് ചെയ്യുക. നമ്മൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ അത് നമുക്ക് ഏറ്റവും പേഴ്സണലായിട്ട് നമ്മൾ ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നു അത് ഷെയർ ചെയ്യുക. അപ്പം ചിലപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് ആയിരിക്കും, പാരൻസ് ആയിരിക്കും, ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും. നമ്മൾ ആരോടാണെങ്കിലും അതൊരു ഷെയർ ചെയ്യാൻ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ പിന്നെ നല്ലപോലെ നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും പക്കയായിട്ട് ഫോളോ ചെയ്യുക. മോഡൽ എക്സാംസ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കുക. ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് എല്ലാ പരീക്ഷയും നിങ്ങളുടെ ഫൈനൽ എൻട്രൻസ് എക്സാം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങളുടെ എക്സാം പേപ്പറിലോട്ട് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾ ആ ഒരു നീറ്റ് എക്സാമിൻ്റെ ഡേയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് തോന്നത്തില്ല. ആ ഒരു എൻവയൺമെൻ്റ് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ സിങ്കായിട്ടിരിക്കുമായിരിക്കും. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ മോഡൽ എക്സാം ചെയ്യുക, പിന്നെ വീക്കിലി എക്സാംസ് ഒക്കെ പക്കയായിട്ട് പെർഫോം ചെയ്യുക. പിന്നെ സാറുമാരുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഇവിടെയുള്ള റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ബ്രില്യൻറ്റിലേക്ക് എത്തി ആ ഒരു സമയത്ത് ലാസ്റ്റ് ടൈമൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് മാർക്ക് പ്രോപ്പറായിട്ട് നേടാൻ പറ്റിയില്ല. ആ ഒരു സമയത്ത് ഇത് ക്വിറ്റ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ച് കുറച്ച് നാൾ മാറി നിന്നു. അവിടെ നിന്നും വീണ്ടും തിരികെ എത്തി എക്സാമുകളൊക്കെ എഴുതി എല്ലാത്തിനെയും അതിജീവിച്ച് മുൻപിലെത്തി ആഗ്രഹിച്ച പോലെ ഒരു MBBS സീറ്റ് നേടിയെടുത്ത വിദ്യാർത്ഥിയാണ്. ഇതുപോലെ മാർക്കൊക്കെ കയറി ഇറങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. അപ്പോൾ അവരോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താ പറയുക? എനിക്ക് പറയാനുള്ള, നമ്മൾ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +1 +2 തന്നെ നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എക്സാമിന് കുറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരോട് നമുക്ക് മോട്ടിവേഷൻ നേടുക. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ റിജു സാർ, അതിനൊക്കെ നിങ്ങൾക്ക് വിജു സാർ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും, നിങ്ങളുടെ പേരൻസ് ആയിരിക്കും. അവരുടെ ഇത് മോട്ടിവേഷൻ മേടിക്കുക, തിരിച്ച് ബൂസ്റ്റ് ആകുക, എന്നിട്ട് പഴയ ട്രാക്കിൽ വരിക. കാരണം നിങ്ങളുടെ മെമ്മറിയിലുള്ള സാധനം എവിടെയും പോകത്തില്ല. തിരിച്ച് പ്രഷപ്പ് എടുക്കുക, തിരിച്ച് പോയി പരീക്ഷ എഴുതുക, അടിപൊളിയായിട്ട് എഴുതുക, അടിപൊളിയായിട്ട് എഴുതുക. എത്ര അധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ്, അഭിമാനത്തോട് കൂടിയിട്ടാണ് അവരവരുടെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ അതിജീവിച്ച ഓരോ നാളുകളെ കുറിച്ചും പറഞ്ഞത് എന്ന് കേട്ടു. ഒരുപക്ഷെ ഇന്ന് ഇവർ ഈ ഒരു ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന പല അവസ്ഥകളിലൂടെയും ഇവരും അന്ന് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവർ അഭിമാനത്തോടു കൂടി തന്നെ പറയും, ഞങ്ങൾ ഒരു ഡോക്ടർ ആവാൻ പോവുകയാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ആണ് അല്ലെ, ഫൈനൽ ഇയർ ആണ്. ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സന്തോഷം ഈ ഓരോ മുഖങ്ങളിലും കാണാം. എല്ലാവിധ ആശംസകളും, ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങൾ ഇനിയും നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.